വയനാട് ബത്തേരിയിൽ പുലിയെ കണ്ട സ്ഥലത്ത് കൂട് സ്ഥാപിച്ചു. ഇന്നലെ പുലിയെ കണ്ട സ്കൂളിന് സമീപത്തെ തോട്ടിലാണ് കൂട് സ്ഥാപിച്ചത്. പാട്ടവയൽ സ്കൂൾ റോഡിന് സമീപമാണ് പുലിയെ കണ്ടത്. സ്കൂളിന് സമീപത്തുള്ള മതിലിൽ ചാടിക്കടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, പുലിയുടെ സാന്നിധ്യം അതിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ്. സ്കൂളിൻ്റെ സമീപം മതിൽ ചാടിക്കടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഈ പുലിയെ പിടികൂടാൻ അവിടെ കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആകെ ആശങ്കയിലായിരിക്കുമല്ലോ. കൂടുതൽ വിവരങ്ങൾ PS അർജുൻ. വിനോദ്, തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് ആ പുലിയെ കാണുന്നത്. അതായത് ഈ സ്കൂളിന്റെ മതിലിൽ നിന്നും പുലി പുറത്തേക്ക് ചാടുന്നതായിട്ടാണ് കാണുന്നത്. തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തുന്നു. കാരണം ഇതിനു മുൻപും ഈ പ്രദേശത്ത് ഈ പുലിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ നേരത്തെ തന്നെ ഒരു കൂട് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നും പിന്നീട് ആ പുലി ഈ കൂട്ടിൽ കയറാത്തതിനെ തുടർന്ന് വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമല്ല എന്നുള്ള ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അത് ആ പ്രതിഷേധത്തിന് ഇടയിലാണ് ഇപ്പോൾ വീണ്ടും ഇന്നലെ രാത്രിയോടെ വീണ്ടും ആ പുലിയെ കാണുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ വനംവകുപ്പ് പ്രദേശത്തെത്തി വീണ്ടും പരിശോധന നടത്തുകയുണ്ടായി. അതായത് സ്കൂളിലെ പരിശോധനവും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളും പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് നമ്മൾ വാർത്ത നൽകിയത്. ഈ വാർത്തയൊക്കെ നൽകുകയും പിന്നീട് അത് വനംവകുപ്പ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു പ്രദേശത്ത്. അതേ തുടർന്നാണ് പിന്നീട് ഇവിടെ ഈ ഒരു കൂട് സ്ഥാപിക്കുന്നത്. രണ്ടാമതും വീണ്ടും ഒരു കൂട് സ്ഥാപിക്കുന്നത്. ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നത് സ്കൂളിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിട്ടാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ഈ പുലിയെ കെണിയിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. വയനാടാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ബത്തേരിയിൽ പുലിയെ കണ്ട സ്ഥലത്ത് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു. സ്കൂളിന് സമീപത്തെ തോട്ടിലാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. പാട്ടവയൽ സ്കൂൾ റോഡിന് സമീപം പുലി സ്കൂളിൻ്റെ സമീപത്തുള്ള മതിൽ ചാടിക്കടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ.